രാഹുൽ ഗാന്ധി എപ്പോഴും സെക്യുലറിസത്തെക്കുറിച്ച് ധാരാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മതേതരത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളാണ്. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 6 ലക്ഷത്തോളം രാമഭക്തന്മാരുണ്ട്. ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 6 ലക്ഷത്തിലധികം രാമഭക്തന്മാരുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീതാ ലവകുശ ക്ഷേത്രം, ശ്രീരാമൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സീതാ ലവകുശ ക്ഷേത്രമുള്ള സ്ഥലം ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലം. രാമായണത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ വനയാത്രയിൽ വയനാടിനെ പരാമർശിക്കുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. അത്രമാത്രം രാമനും രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് വയനാട്. രാഹുൽ ഗാന്ധി വയനാട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഏപ്രിൽ 26-ന് മുമ്പ് അയോധ്യ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അയോധ്യയിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ പവിത്രമായ ഭവ്യമായിട്ടുള്ള ഒരു രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു. അങ്ങയുടെ മതേതരത്വം വൺ സൈഡഡ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങ് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ തയ്യാറാവാത്തത്? എല്ലാ ക്ഷേത്രങ്ങളിലും പോയി വലിയ ഭസ്മക്കുറി ഇടുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അയോധ്യയിൽ ക്ഷേത്രം ഇതുവരെ സന്ദർശിക്കാൻ തയ്യാറാവാത്തത്? രാഹുൽ ഗാന്ധി ഏപ്രിൽ 26 കഴിഞ്ഞാൽ അയോധ്യയിൽ പോകുമെന്ന് ഞങ്ങൾക്കറിയാം. വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അയോധ്യയിൽ പോകും. പക്ഷേ വയനാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അയോധ്യയിൽ സന്ദർശനം നടത്താനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്കുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷ നിലപാട് വൺ സൈഡഡ് ആണ്, ഒരു വശത്ത് മാത്രമുള്ളതാണ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാമാണ് രാഹുൽ ഗാന്ധിയുടെ ഇവിടുത്തെ പ്രചാരകന്മാർ. മുസ്ലിം ലീഗിൻ്റെ തട്ടകത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അതുപോലെ സമസ്തയുടെയൊക്കെ ആളായിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോധ്യയെക്കുറിച്ച് മിണ്ടാത്തത്, അയോധ്യയിൽ ക്ഷേത്ര ദർശനം നടത്താത്തത്. രാഹുൽ ഗാന്ധി ഉജ്ജയിനിൽ പോകുന്നു, കാളഹസ്തിയിൽ പോകുന്നു, രാഹുൽ ഗാന്ധി പല ക്ഷേത്രങ്ങളിലും പോകുന്നു. ഞാൻ വളരെ എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്ന ആളാണെന്ന് പറയുന്നു, ഞാനൊരു ഭക്തനാണെന്ന് പറയുന്നു. ചിലയിടത്ത് പറയുന്നു ഞാനൊരു ശിവഭക്തനാണെന്ന് പറയുന്നു, ചിലയിടത്ത് പറയുന്നു ഞാനൊരു ദേവി ഭക്തനാണെന്ന് പറയുന്നു. അപ്പോൾ ഭക്തനാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അയോധ്യയിൽ മാത്രം പോകാത്തത്? മുസ്ലിം ലീഗിനെ, ജമാഅത്തെ ഇസ്ലാമിയെ, പോപ്പുലർ ഫ്രണ്ടിനെ, അതുപോലെ തന്നെ സമസ്തയൊക്കെ പേടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പോകാത്തത്. രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷ നിലപാട് എന്ന് പറയുന്നത് തികച്ചും ഏകപക്ഷീയമായിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് ധാരാളം സെക്യുലറിസത്തെക്കുറിച്ച് അങ്ങ് സംസാരിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാനാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് അങ്ങ് ഇവിടെ വന്ന് പറയരുതെന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം, മൂന്നാമത്തെ ഒരു ചോദ്യം എനിക്കുണ്ട്. ഇന്നലെ വലിയ റാലി ദില്ലിയിൽ നടത്തി കേജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായിട്ട്. കേജ്രിവാളിനെതിരായിട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ കള്ളക്കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കേരളത്തിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള അന്വേഷണം കേരളത്തിൽ നടക്കുകയാണ്. ആ അന്വേഷണത്തിലും രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇതുതന്നെയാണോ? മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള ED അന്വേഷണത്തിൽ സംയുക്തമായൊരു റാലി നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാവുമോ? ദില്ലിയിലൊരു നയം, കേരളത്തിൽ വേറൊരു നയം എന്തുകൊണ്ടാണ്?